തിരുവനന്തപുരം കാരയ്ക്ക മണ്ഡപത്താണ് ഇന്നലെ ഷമീറ ബീവി എന്ന ഒരു യുവതിയും അവരുടെ കുഞ്ഞും പ്രസവത്തെ തുടർന്ന് മരിച്ചത്. ആ പ്രസവം വീട്ടിൽ നടന്ന പ്രസവമാണ്. അക്യുപങ്ക്ചർ ചികിത്സാ രീതിയിലൂടെ പ്രസവം നടത്താൻ ശ്രമിച്ചതാണ് മരണകാരണമെന്ന് പറയുന്നു. അതിന് അവരുടെ ഭർത്താവ് അവരെ നിർബന്ധിച്ചു ചെയ്യിച്ചതാണ് എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. കാരണം എത്രത്തോളം ശാസ്ത്രീയമായാണ് ഈ അക്യുപങ്ക്ചർ ചികിത്സാ രീതി, പ്രത്യേകിച്ച് ഈ പ്രസവം എടുക്കുന്നതിൻ്റെ കാര്യത്തിലൊക്കെ പുരോഗമിച്ചിട്ടുണ്ടോ എന്ന് പോലും നമുക്ക് വ്യക്തമായൊരു ധാരണയുമില്ല. എന്തായാലും അവരൊരു മരണത്തിലേക്ക് തള്ളിവിടുകയായിരുന്നു അവരുടെ കുടുംബം എന്ന് തന്നെ പറയാവുന്ന രീതിയിലേക്കാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു വിഷയത്തിൽ കുറച്ചുകൂടി അവബോധം കൂടെ സൃഷ്ടിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അതുകൂടെ പരിശോധിക്കാം. ദാവൂദ് സാർ, അതായത് ഈ അക്യുപങ്ക്ചർ ചികിത്സാ രീതി നമുക്കറിയാം ഈ വേദനകൾക്കൊക്കെ ഉപയോഗിക്കുന്നതായി കണ്ടിട്ടുണ്ട്. ഈ സൂചിയൊക്കെ വെച്ചുകൊണ്ട് വേദന റിലീഫ്, എനിക്കതിൻ്റെ ശാസ്ത്രീയതയൊന്നും അറിയില്ല. പക്ഷേ ഈ പ്രസവത്തിനൊക്കെ ഇത്തരം ചികിത്സാ രീതി പരീക്ഷിക്കുക എന്നുള്ളത് ആദ്യമായിട്ട് കേൾക്കുകയാണ്. പ്രത്യേകിച്ച് കേരളം പോലൊരു സംസ്ഥാനത്ത് നമ്മുടെ ഈ പ്രൈമറി ഹെൽത്ത് സെൻ്റർ അടക്കം പ്രത്യേകിച്ച് ആരോഗ്യത്തിലൊക്കെ വളരെ അവബോധമുള്ള കുറേ ആളുകളൊക്കെ ഉള്ളൊരു സ്ഥലത്ത് ഇങ്ങനെയൊക്കെ നടക്കുമെന്ന് പറയുമ്പോൾ ഇനിയും ഒരുപാട് അവബോധമൊക്കെ കൊടുക്കേണ്ട ആവശ്യമുണ്ടല്ലേ? ഇതിൽ ഓഫ് കോഴ്സ് ഈ ജിൽസി പറഞ്ഞാൽ ഈ വീടുകളിൽ പ്രസവിക്കുക എന്ന് പറയുന്ന ഒരു സംഗതി കേരളത്തിൽ വർദ്ധിച്ചു വരുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ ആരോഗ്യവകുപ്പിൻ്റെ തന്നെ കണക്ക് പ്രകാരം 2022-23 വർഷത്തിൽ 710 ഗാർഹിക പ്രസവങ്ങൾ കേരളത്തിൽ നടന്നിട്ടുണ്ട്. അതിന് തൊട്ട് മുമ്പത്തെ വർഷം 500 ചില്ലാനാണ്. അതിൻ്റെ തൊട്ട് മുമ്പത്തെ വർഷം എഗൈൻ 700 ചില്ലാൻ ഗാർഹിക പ്രസവങ്ങൾ കേരളം നടന്നിട്ടുണ്ട്. അപ്പോൾ അതിലെല്ലാം ഇതേമാതിരി ഈ പറയുന്ന എന്താണ് ബദൽ ചികിത്സയുടെ ആളുകൾ അവർ ഉപയോഗിക്കുന്ന വാക്ക് പ്രകൃതി അല്ലേ, പ്രകൃതി ആൾട്ടർനേറ്റീവ് മെഡിസിൻ, പ്രകൃതി ജീവൻ. അത് മാത്രമല്ല, 700 കണക്ക് എന്ന് പറയുമ്പോൾ അതിൽ കുറച്ചധികം ഇതുണ്ടാകും. ആദിവാസി മേഖലകൾ, തോട്ടം മേഖലകൾ, അവർക്കെന്ന് വെച്ചാൽ ഈ ആക്സസ് ഉണ്ടാവില്ല, ഹോസ്പിറ്റലിലേക്ക് വരാനുള്ള സൗകര്യങ്ങളില്ലാത്ത, അതും കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ കണക്ക്. പക്ഷേ എനിവേ കേരളത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ശിശുമരണ നിരക്ക് ഏറ്റവും കുറഞ്ഞ സംസ്ഥാനമാണ്. എന്നിട്ട് നമ്മുടെ അത്തരം സ്റ്റാൻഡേർഡ്സുകളെല്ലാം ഒരു പുരോഗമന വികസിത രാജ്യങ്ങളുടെ സ്റ്റാൻഡേർഡ്സിനൊപ്പം നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ്. അപ്പോൾ അവിടെ ഈ ഇതിങ്ങനെ കൂടി വരുന്നു, ഗാർഹിക പ്രസവങ്ങൾ കൂടി വരുന്നു എന്നുള്ളത് ഒരു അലാമിങ് ഫാക്ടറാണ്. അതിൽ ഒരു ഭാഗം. രണ്ടാമത്തത് ഇപ്പോൾ ജിൽസി പറഞ്ഞ അക്യുപങ്ക്ചർ എന്ന് പറയുന്ന കാര്യം. അക്യുപങ്ക്ചർ എന്നുള്ളത് ഒരു ചൈനീസ് മെഡിസിനാണ്, ചൈനീസ് ആൾട്ടർനേറ്റീവ് മെഡിസിനാണ്. അതിവിടെ കുറേ ആളുകൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, ഒരു സൂചി കുത്തുക എന്നുള്ള പരിപാടിയാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട വാർത്ത 1-2 മാധ്യമങ്ങളിൽ ഇതിൻ്റെ വാർത്തകളിൽ ഉപയോഗിച്ചൊരു വാചകം, വ്യാജ അക്യുപങ്ക്ചർ ചികിത്സകർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു. അപ്പോൾ ഈ വ്യാജ അക്യുപങ്ക്ചർ ചികിത്സകർ എന്ന് പറയുമ്പോൾ ഒറിജിനൽ അക്യുപങ്ക്ചർ ചികിത്സ ഏതാണ്, വ്യാജ ചികിത്സ ഏതാണ്, ഇത് നിർണ്ണയിക്കുന്ന തരത്തിലൊരു പ്രശ്നമുണ്ടല്ലോ. അപ്പോൾ അക്യുപങ്ക്ചർ ചികിത്സ വ്യാജം, ഒറിജിനൽ എന്ന് പറയണമെങ്കിൽ ഒറിജിനലായിട്ടുള്ള എന്ന് വെച്ചാൽ സ്റ്റേറ്റിൻ്റെ റെഗുലേഷൻസിന് അനുസൃതമായി പ്രവർത്തിക്കുന്ന അവരുടെ ഗൈഡ് ലൈൻസ്, പ്രോട്ടോക്കോൾസ്, കാര്യങ്ങൾ, ഇതിനനുസരിച്ച് പോകുന്ന ഒരു ഔദ്യോഗികമായ അക്യുപങ്ക്ചർ ചികിത്സാ രീതിയും പ്രോട്ടോക്കോളും ഉണ്ടാവണമല്ലോ. അതിന് പുറത്തുള്ളതിനെയാണല്ലോ വ്യാജം എന്ന് പറയുന്നത്. പക്ഷെ അങ്ങനെ ഒന്നില്ല. അപ്പം സാങ്കേതികമായി പറഞ്ഞാൽ ഇതെല്ലാം വ്യാജം തന്നെയാണ്. പക്ഷെ അതേസമയം നമ്മുടെ നാട്ടിൽ ഇത്തരം ചികിത്സാ രീതികൾ ധാരാളമുണ്ട്. അക്യുപങ്ക്ചർ മാത്രമല്ല, പ്രകൃതി ചികിത്സ ഉണ്ട്, നാട്ടുവൈദ്യം എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്, പാരമ്പര്യ ചികിത്സ എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഫെബ്രുവരി 15 നമ്മുടെ നിയമസഭയിൽ പേരാമ്പ്ര MLA TP രാമകൃഷ്ണൻ, CPM-ൻ്റെ MLA ആണ്, അദ്ദേഹം ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഈ ആദിവാസി വിഭാഗത്തിനിടയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചികിത്സാ രീതിയാണ് പാരമ്പര്യ ചികിത്സ. അപ്പോൾ ഇതിനെ പരിരക്ഷിക്കുവാൻ വേണ്ടി, ഇതിന് പ്രോത്സാഹനം നൽകുവാൻ വേണ്ടി സർക്കാർ എന്താണ് ചെയ്യുന്നത്, സർക്കാർ എന്തെങ്കിലും ചെയ്യണ്ടേ എന്നൊക്കെയുള്ള മട്ടിൽ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. നമ്മുടെ മന്ത്രി, പട്ടികജാതി വികസന മന്ത്രി രാധാകൃഷ്ണൻ സാറാണ് അതിന് മറുപടി പറയുന്നത്. അദ്ദേഹം ദീർഘമായ മറുപടിയാണ്. ഈ സർക്കാർ, ഇടതുപക്ഷ സർക്കാർ ഈ മേഖലയ്ക്ക് വേണ്ടി ചെയ്തിട്ടുള്ള സംഭാവനകളെക്കുറിച്ച് പറയുന്നു, മാനന്തവാടിയിൽ ഇതിനൊരു ഗവേഷണ കേന്ദ്രം ഉള്ളതിനെക്കുറിച്ച് പറയുന്നു, ഇത്തരം ആളുകളെ സംഘടിപ്പിക്കുന്നതിനെക്കുറിച്ച് പറയുന്നു, അവർക്ക് ഗ്രാൻഡ് കൊടുക്കുന്നതിനെക്കുറിച്ചൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഇത് എന്താണ്, ഈ നമ്മുടെ ഈ പാരമ്പര്യ ചികിത്സാ രീതികളെല്ലാം എതിർക്കുന്ന വിഭാഗം നമ്മുടെ നാട്ടിലുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ് ശാസ്ത്ര സാഹിത്യ പരിഷത്ത്. അതൊരു ഇടതുപക്ഷ സംഘടനയാണ്. അപ്പോൾ അവരുടെ കാഴ്ചപ്പാടിൽ ഇതും ഒരു വ്യാജ ചികിത്സ, ഒരർത്ഥത്തിൽ ഒരു ഔദ്യോഗിക ചികിത്സാ രീതിയല്ലല്ലോ ഈ നാട്ടുവൈദ്യം, പാരമ്പര്യ വൈദ്യം എന്ന് പറയുന്നത്. പക്ഷേ അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനമാണ് സർക്കാരിനുള്ളതെന്നാണ് നിയമസഭയിൽ മന്ത്രി പറയുന്നത്. ഇപ്പോൾ ചില ആളുകൾ ഈ അതിശക്തമായ ആധുനിക വൈദ്യത്തിൻ്റെ വക്താക്കളായിട്ടുള്ള ആളുകൾ, പ്രത്യേകിച്ച് കൂടുതൽ യുക്തിവാദികൾ ഒക്കെ ആയിട്ടുള്ള ആളുകളാണ്, അവർ ഹോമിയോയെ വ്യാജ ചികിത്സയായിട്ടാണ് അവർ കാണുന്നത്. അത് അശാസ്ത്രീയമാണ്, വ്യാജ ചികിത്സയാണ്, സ്യൂഡോ സയൻസാണ്.
ഒരു ഹോമിയോക്കാരെ പരിഹസിക്കുന്ന ഒരുപാട് പ്രഭാഷണം നമുക്ക് കാണാൻ പറ്റും. പക്ഷെ അതേസമയം നോക്കൂ, ഹോമിയോ പഠിപ്പിക്കാൻ വേണ്ടി സ്ഥാപനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്, സർക്കാർ സംവിധാനങ്ങളുണ്ട്, ഹോമിയോ DMO ഉണ്ട്, എല്ലാം ഹെൽത്ത് സെൻറ്റർ, ഹോമിയോ പ്രൈമറി ഹെൽത്ത് സെൻറ്റേഴ്സ് എല്ലാം ഉണ്ട്. ഇത് ഒരിക്കലും അവസാനിക്കാത്ത ഒരു സംവാദ വിഷയമാണ് ഈ ഏരിയ എന്ന് പറയുന്നത്. നിങ്ങൾ ഏതൊക്കെയാണ് സയൻസായിട്ട് കാണുന്നത്, ഏതൊക്കെയാണ് സ്യൂഡോ സയൻസായിട്ട് കാണുന്നത്, ഏതാണ് വ്യാജമായിട്ട് കാണുന്നത്, ഏതാണ് ഒറിജിനലായിട്ട് കാണുന്നത് എന്നുള്ള ഒരു ഇഷ്യൂ അതിനകത്തുണ്ട്. അത് എളുപ്പം പരിഹരിക്കാൻ പറ്റുന്നതല്ല. പക്ഷേ അതേസമയം മനുഷ്യൻ്റെ ജീവൻ അപകടപ്പെടുത്തുന്ന ഈ നിലക്കുള്ള നീക്കങ്ങൾ, ഈ ഇടപെടലുകൾ നടത്തുന്ന ഒരുപാട് സംഘങ്ങൾ, അവരുടെ നെറ്റ്വർക്കുകൾ നമ്മുടെ സംസ്ഥാനത്തുണ്ട്. അത് കൂടുതൽ ശക്തിപ്പെട്ടു വരികയാണ്. അപ്പോൾ അതിനെ നിയന്ത്രിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പക്ഷെ അതിനെ നിയന്ത്രിക്കുക എന്ന് പറയുമ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഇതിൻ്റെയൊക്കെ ഒരു അടിസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു ഫിലോസഫി ഉണ്ട്. അതെന്താണ്? ഇപ്പം ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെലിവറി, അതാണല്ലോ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്ന കാര്യം എന്ന് പറയുന്നത്. നമ്മുടെ അതിൽ എനിക്കൊന്ന് 99% അപ്പുറം നമ്മൾ എത്തിയിട്ടുണ്ടാവും, ഒരു പക്ഷേ ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തിനെത്താതെ. ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെലിവറിയെ എതിർക്കുന്ന ആളുകൾ, അവരുടെ ഫിലോസഫി എന്താണ്? അവർ ആധുനിക വൈദ്യത്തിനെതിരായിട്ടുള്ളൊരു ഫിലോസഫിയാണ്. ആധുനിക വൈദ്യം എന്ന് പറയുന്നത് കുഴപ്പമാണ്, മറ്റേ വിഷമാണ്, മനുഷ്യൻ്റെ ശരീരത്തെ ഇതാക്കണം. അതുകൊണ്ടാണ് പ്രസവം എന്നുള്ളത് ഒരു രോഗമല്ല, അതൊരു സ്വാഭാവിക പ്രക്രിയയാണ്. ഇങ്ങനെയൊക്കെയുള്ള ഫിലോസഫിയിൽ നിന്നുകൊണ്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഈ ഫിലോസഫിയെ തന്നെ മറ്റൊരർത്ഥത്തിൽ നമ്മുടെ മുഖ്യധാരയും സർക്കാരും പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ജൈവ കൃഷി എന്ന് പറഞ്ഞിട്ടൊരാശയം സർക്കാരും പാർട്ടിയും ഒക്കെ ഭയങ്കര സംഭവമായിട്ട് കൊണ്ട് നടക്കുന്നതാണ്. ഈ ജൈവ കൃഷിയുമായി ബന്ധപ്പെട്ട ഏത് വ്യവഹാരത്തിലും ഉപയോഗിക്കുന്നൊരു വാചകം ശ്രദ്ധിച്ചാൽ, ഇനി മുതൽ വിഷരഹിത പച്ചക്കറി കഴിക്കാം, ഇനി വിഷം വേണ്ട. ഇതുമായി എവിടെയെങ്കിലും ഒരു കുടുംബശ്രീ യൂണിറ്റ് കുറച്ച് വെണ്ടക്ക കൃഷി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വാർത്ത വരിക എന്താണ്? ഇനി വിഷരഹിത പച്ചക്കറി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ജിൽസി, നീ എല്ലാ ദിവസവും കഴിക്കണത് വിഷമാണ്. നീ വീടിൽ നിന്ന് പൈസ കൊടുത്തിട്ട് മാർക്കറ്റിൽ നിന്ന് മേടിച്ച് വിഷം മേടിച്ച് കൊണ്ടുവരികയാണ്. ഇതുണ്ടാക്കുന്ന ഒരു ചിന്ത എന്താണ്? വിഷമാണ് ഈ കണ്ടതൊക്കെ, ഞങ്ങൾ ഇതൊന്നുമില്ല, പ്യുവറായിട്ടുള്ള സംഭവമാണ് എന്നുള്ള ഒരാശയം. ഇതേ ഫിലോസഫി തന്നെയാണ് ഈ പറയുന്ന പാരമ്പര്യ ചികിത്സകരോ അതേ ബദൽ മെഡിസിൻ ആളുകളും കൊണ്ടു നടക്കുന്നത്. അപ്പോൾ അതിൽ ഒരു ടീമിനെ മാത്രം നിയമസഭയിലും പാർട്ടിയും സർക്കാരും സംവിധാനങ്ങളും മാധ്യമങ്ങളും ഒക്കെ ജൈവ കൃഷി എന്നൊക്കെ പറഞ്ഞിട്ട് സംഭവമാക്കുക, മറ്റേത് വിഷമെന്ന് പറയുക. അതേ കൊണ്ട് തന്നെ പാരമ്പര്യ ചികിത്സകരെയും ബദൽ വൈദ്യ നടത്തുന്ന ആളുകളെയും വിമർശിക്കാൻ പറ്റില്ല. ഇതിൻ്റെ എല്ലാം ഫിലോസഫി ഒന്നാണ്. പക്ഷെ ഇതിലൊരു പ്രശ്നം എന്ന് വെച്ചാൽ, ഇന്നിപ്പോൾ കേസെടുത്തിരിക്കുന്നത് എന്താണ്? മനഃപൂർവ്വ നരഹത്യല്ല, അസ്വാഭാവിക മരണം. അസ്വാഭാവിക മരണം അതിലപ്പുറം പോകാൻ പറ്റില്ല, അതിലപ്പുറം നിയമമായിട്ട് പോകാൻ പറ്റില്ല. ഇപ്പോൾ അക്യുപങ്ക്ചറിനെ കുറിച്ച് 2019 കേരള ഹൈക്കോടതിയിൽ ഒരു കേസ് വന്നിട്ടുണ്ട്. അതിൽ വിധിയായിട്ടുള്ളതെന്ന് വെച്ചാൽ അക്യുപങ്ക്ചർ നിരോധിക്കാൻ പറ്റില്ല. അതിൽ പിന്നെ എന്താണ്, കുഴപ്പമില്ലാതെ ട്രെയിൻഡ് പ്രാക്ടീഷണേഴ്സ് അവർ മാത്രം അത് ചെയ്താൽ മതി, അവരെ ചെയ്യാൻ സമ്മതിക്കാൻ പാടുള്ളൂ എന്നേ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ അക്യുപങ്ക്ചർ അവസാനിപ്പിക്കണമെന്നോ അത് നിയമവിരുദ്ധമാണോ എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇത് പിന്നെ ഈ വീട്ടിൽ നിന്നുള്ള പ്രസവം അത് നിയമവിരുദ്ധമല്ല. ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെലിവറി പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെങ്കിലും ഈ ഒരാൾ വീട്ടിൽ നിന്ന് പ്രസവിക്കുന്നു എന്നുള്ളത് നിയമവിരുദ്ധമല്ല. അപ്പോൾ നിയമപരമായിട്ട് ഇതിനെ അത്ര എളുപ്പം പൂട്ടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അജിംസ്, അതായത് ഈ യൂട്യൂബ് വീഡിയോകളിലൊക്കെ കണ്ടിട്ടുണ്ട്, പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിലെ സ്ത്രീകളൊക്കെ വാട്ടർ ബർത്ത് എന്ന് പറഞ്ഞുകൊണ്ട് യൂട്യൂബിൽ കൃത്യമായി അവർ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. വെള്ളത്തിനകത്തൊരു ജാക്കൂസി പോലെ ഒരു സ്ഥലത്ത് കിടന്നിട്ട് അതിനകത്താണ് പ്രസവിക്കുന്നത്. അപ്പോൾ അത് ഈ പ്രസവം എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഒരു പേഴ്സണൽ ചോയ്സാണ്. അതെങ്ങനെ ആവണം എന്നൊക്കെ കൃത്യമായൊരു മാർഗ്ഗനിർദ്ദേശം നിങ്ങൾ അവിടെ ചെയ്തേ പറ്റൂ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ സുരക്ഷ വലിയൊരു പ്രശ്നമാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഈ നടന്ന സംഭവങ്ങൾ ഇതുപോലെ ആവർത്തിക്കാതിരിക്കാൻ എന്തെങ്കിലും മാർഗ്ഗനിർദ്ദേശം ഒക്കെ കൊണ്ടുവന്നാൽ അതൊക്കെ പ്രാക്ടിക്കലാവുന്ന കാര്യമാണോ? ഈ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച ഒരു ആൾട്ടർനേറ്റീവ് മെഡിസിൻ എന്ന് പറഞ്ഞാൽ ഈ പരമ്പരാഗത വൈദ്യമുണ്ട്, പല നാടുകളിലും വന്നിട്ടുണ്ട്. ഇപ്പോൾ ചൈനയിലുണ്ട്, ഇന്ത്യയിലുണ്ട്, എല്ലാ നാടുകൾക്കും അവരുടേതായ ഒരു പരമ്പരാഗത വൈദ്യ രീതി ഉണ്ടാവും. അത് ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ ഒരു അസുഖം വരുന്നു, ഇന്ന മരുന്ന് കഴിച്ചാൽ അത് മാറും എന്ന് ആ നാട്ടിലെ തദ്ദേശീയ ജനങ്ങൾ സയന്റിഫിക് സ്റ്റഡി നടത്തിയിട്ടല്ല അത് ചെയ്യുന്നത്, അവരുടെ അനുഭവങ്ങളിൽ നിന്നാണ്. ഇപ്പോൾ കാല് മുറിഞ്ഞു, നമ്മൾ ചെറുപ്പത്തിൽ കണ്ടില്ല, കമ്മ്യൂണിസ്റ്റ് വെച്ച് തേക്കുന്നു, അത് നമ്മൾ അതിൻ്റെ സയൻസ് നോക്കിയിട്ടല്ലോ ചെയ്യുന്നത്. അങ്ങനെ ചെയ്തപ്പോൾ മാറിയിട്ടുണ്ട്, അത് മാറുമായിരിക്കും എന്നുള്ള അതൊരു വിശ്വാസമാണ്, അതൊരു പരമ്പരാഗത രീതിയാണ്, അനുഭവമാണ്. അപ്പോൾ ആ അനുഭവത്തിൽ നിന്നാണ്. അത് എന്തുകൊണ്ട് മാറുന്നു വെച്ചാൽ നമുക്കറിയില്ല. ഇത് തന്നെയാണ് ആയുർവേദത്തിൽ, ഹോമിയോപ്പതിയിൽ, അക്യുപങ്ക്ചറിൽ, യുനാനിയിൽ അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഈ ആൾട്ടർനേറ്റീവ് മെഡിസിനിൽ മുഴുവൻ നടക്കുന്നതാണ്. ഇപ്പോൾ യുഎൻ്റെ പ്രധാനപ്പെട്ട ആരോഗ്യ വിഭാഗമുണ്ട് WHO.
WHO കാണുന്നത് ഇത്തരം ആൾട്ടർനേറ്റീവ് മെഡിസിൻ മനുഷ്യരാശിക്ക് ഉപകാരപ്രദമാണെന്നാണ്. അതിനെ തള്ളിപ്പറയുക എല്ലാവരും ചെയ്യുന്നത്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ പല സ്ഥലത്തും ഈ പറയുന്ന മോഡേൺ മെഡിസിൻ്റെ അടിസ്ഥാനത്തിലുള്ള ചികിത്സാ സൗകര്യങ്ങൾ പല രാജ്യങ്ങളിലും ഇല്ല. പ്രത്യേകിച്ച് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ, ഏഷ്യൻ രാജ്യങ്ങളിലൊന്നും പല സ്ഥലത്തും അവൈലബിൾ അല്ല. അപ്പോൾ അവരെ സംബന്ധിച്ചോളം റിലയബിൾ ആയിട്ടുള്ള മറ്റൊരു മാർഗ്ഗമാണ് ആൾട്ടർനേറ്റീവ് മെഡിസിൻ, ചിലവ് കുറഞ്ഞതുമാണ്. ഇപ്പോൾ മോഡേൺ മെഡിസിൻ അപേക്ഷിച്ച് നോക്കുമ്പോൾ ചിലവ് കുറവാണ്, ആളുകൾക്ക് അഫോർഡബിൾ ആണ്. അതുകൊണ്ട് അതിനെ പ്രോത്സാഹിപ്പിക്കുക മാത്രമല്ല, അതിനെ സയൻറ്റിഫിക് സ്റ്റഡിയായിട്ട് മോഡേൺ മെഡിസിനുമായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യണം എന്നാണ് WHO നിലപാട്. അതൊരു നല്ല വർത്തമാനമാണ്. ആ പറഞ്ഞത് നല്ല വർത്തമാനമാണ്. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ എടുക്കുക. ഇന്ത്യയിൽ ഇപ്പോൾ ആയുർവേദം, ഹോമിയോപ്പതി, യുനാനി എന്നിവയ്ക്ക് പ്രത്യേകമായ മന്ത്രാലയമുണ്ട്. ആയുഷ് മന്ത്രാലയം എന്നുള്ള മന്ത്രാലയമുണ്ട്. സിദ്ധയുണ്ട് അതിൽ. അപ്പോൾ അവർക്ക് പ്രത്യേകമായ ഒരു മന്ത്രാലയം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്, ആയുഷ് മന്ത്രാലയം. നേരത്തെ മുമ്പേ തന്നെ നമ്മളത് അംഗീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ പ്രത്യേകമായൊരു മന്ത്രാലയമുണ്ട്. അപ്പോൾ ആ മന്ത്രാലയത്തിന് കീഴിൽ മെഡിക്കൽ കോളേജുകളുണ്ട്, അവിടെ ഡോക്ടർമാർ പഠിക്കുന്നുണ്ട്. ഇപ്പോൾ ഇന്ത്യയുടെ മൊത്തം നമ്പർ എടുത്തിട്ടുണ്ട് 11 ലക്ഷം MBBS ഡോക്ടർമാരുണ്ടെങ്കിൽ ഏതാണ്ട് അത്രത്തോളം, ഒരു 80,000-ഓളം തന്നെ ആൾട്ടർനേറ്റീവ് മെഡിസിൻ ഡോക്ടർമാർ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. അപ്പോൾ അത് ഉപകാരപ്രദമാണ് എന്നുള്ള അർത്ഥത്തിലാണ്. പക്ഷെ അവിടെ ഒരു പ്രശ്നം, ഇപ്പോൾ ഈ അക്യുപങ്ക്ചറിൻ്റെ കാര്യമാണല്ലോ. അക്യുപങ്ക്ചർ ഈ അർത്ഥത്തിൽ മോഡേൺ മെഡിസിനുമായി ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായി ആ അർത്ഥത്തിലുള്ള സയൻറ്റിഫിക് സ്റ്റഡി നടക്കുന്ന ഒരു മേഖലയാണ്. അതിൽ ചില കാര്യങ്ങളിൽ ശാസ്ത്രീയമായി അവർ കണ്ടെത്തിയിട്ടുണ്ട് എന്തുകൊണ്ട് വേദന മാറുന്നു. വേദന മാറുക എന്നുള്ളതാണ് പ്രധാനം. അപ്പോൾ പുറത്തിങ്ങനെ സൂചി കുത്തുമ്പോൾ എങ്ങനെയാണ് വേദന മാറുന്നത്? അത് ചില നെർവ്സിനെ, ന്യൂറോ സിസ്റ്റത്തിനെ ഉദ്ദീപിപ്പിക്കുന്നതുകൊണ്ടാണ് ആ വേദന മാറുന്നതൊക്കെയുള്ള പഠനങ്ങൾ പുറത്തു വരുന്നുണ്ട്. എന്ന് കരുതി നാളെ ക്യാൻസറിന് ഞാൻ അക്യുപങ്ക്ചർ ചെയ്ത് കളയാം, ഇവിടെയാണ് പ്രശ്നം. ഇപ്പോൾ ഹോമിയോപ്പതി, ഞാൻ എൻ്റെ ഒരു കുഞ്ഞിനെ ഹോമിയോപ്പതി കാണിച്ചിട്ടുണ്ട്. അവൾക്ക് പാലുണ്ണി വന്ന സമയത്ത് ചെറുപ്പത്തിൽ അത് മാറിയിട്ടുണ്ട്. എന്ന് കരുതി നാളെ എനിക്ക് വേറെ എന്തെങ്കിലും അസുഖം വരുമ്പോൾ ഞാൻ പോയി ഹോമിയോപ്പതി ചികിത്സ കളയാം എന്ന് നമ്മൾ ചിന്തിക്കരുതല്ലോ. ഈ പ്രചാരണം കേൾക്കാനും അത് വിശ്വസിക്കാനും ഇഷ്ടപ്പെടുന്ന ഒരു വിഭാഗമുണ്ട്, ഒരു വിഭാഗം ആൾക്കാരുണ്ട്. അവരെ സ്വാധീനിക്കുന്ന പല ഘടകങ്ങളാണ്. ഒന്ന്, ഈ പാശ്ചാത്യ രാജ്യങ്ങളാണല്ലോ ഈ മോഡേൺ മെഡിസിൻ്റെ ഉപജ്ഞാതാക്കളും പ്രയോക്താക്കളും. അപ്പോൾ അവർ ചെയ്യുന്നതൊക്കെ പ്രശ്നമായിരിക്കും. അപ്പോൾ അവർ ഗസേൽ ആളുകളെ കൊല്ലാൻ വേണ്ടി പ്രമേയം വീറ്റ് ചെയ്യുന്ന ആൾക്കാരാണല്ലോ. അമേരിക്ക ഗസേൽ ആളുകളെ കൊല്ലാൻ വേണ്ടി പ്രമേയം വീറ്റ് ചെയ്യുന്ന ആൾക്കാർ നമുക്ക് തരുന്ന മരുന്ന് ശരിയായിരിക്കുമോ? ഇങ്ങനെ ചിന്തിക്കുന്ന ആളുകളുണ്ടായി. ഇങ്ങനെ ചിന്തിക്കുന്ന ആളുകൾ മുതൽ എവിടെ വരെയുണ്ട്? പ്രകൃതിയാണ് പറ്റുള്ളൂ. അതായത് പച്ചില പറിച്ച് തിന്നാൽ നമ്മുടെ കിഡ്നി അടിച്ചു പോകില്ല, നല്ലതാണ്. പക്ഷേ ഈ മോഡേൺ മെഡിസിനുള്ളതിനേക്കാൾ കൂടുതൽ മനുഷ്യ ശരീരത്തിന് ഹാംഫുൾ ആകാനുള്ള പച്ചിലുണ്ട്. ഇപ്പോൾ ഈ കോവിഡിൻ്റെ കാലത്ത് ആളുകൾ മാവേല ജ്യൂസൊക്കെ അടിച്ചു കഴിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ വെറുതെ കിട്ടുന്ന പച്ചില പറിച്ച് നിന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മുടെ കിഡ്നി അടിച്ചു പോകും. കാരണം ഈ മഗ്നീഷ്യം പോലുള്ള, മാംഗനീസ് പോലുള്ള, മെർക്കുറി പോലുള്ള ഹാനികരമായ മൂലകങ്ങൾ സാധാരണ ഈ പച്ചമരുന്നിനുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു ഡോക്ടർ ഒരു കുറിപ്പ് എഴുതിയിട്ടുണ്ടായിരുന്നു. അതായത് സ്ഥിരമായി ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്ക് ആയുർവേദ മരുന്ന് കഴിച്ചുകൊണ്ടിരുന്ന ഒരു മനുഷ്യൻ, അയാൾ വന്നപ്പോൾ അയാളുടെ ലിവർ അടിച്ചു പോയിട്ടുണ്ട്. അതായത് ലിവർ സീറോസിസിൻ്റെ അവസ്ഥയിൽ ലിവറില്ല. അപ്പോൾ ഇയാളോട് നിങ്ങൾ മദ്യപിക്കാറുണ്ട്, കാരണം മദ്യപന്മാർക്കാണ് ഈ സാധനം വരാറുള്ളത്. അപ്പോൾ ഇല്ല ഡോക്ടർ, ഞാൻ ഒരിക്കൽ പോലും മദ്യപിച്ചിട്ടില്ല. നിങ്ങൾ എന്ത് മരുന്നാണ് കഴിക്കുന്നത്? ഞാൻ ഇത്ര വയസ്സ് മുതൽ സ്ഥിരമായി കഷായോ അരിഷ്ടവും കഴിക്കുന്നുണ്ടായിരുന്നു. ഇതിലുള്ള ഈ പച്ചമരുന്നുകളിൽ അടങ്ങിയിട്ടുള്ള ഹാനികരമായ മൂലങ്ങളാണ് ലിവർ കളഞ്ഞത്. അപ്പോൾ ഇതാണ് ഇതിലെ പ്രശ്നം. ഈ മോഡേൺ മെഡിസിനോടുള്ള അവിശ്വാസം എവിടെ നിന്നുണ്ടാവും എന്നുള്ളതാണ് പരിഹരിക്കേണ്ട പ്രശ്നം. അത് എവിടെ നിന്നാണ്? പല കാരണങ്ങളാൽ. ചിലപ്പോൾ മതവിശ്വാസം തന്നെയാവാം, ചിലപ്പോൾ തെറ്റായ രാഷ്ട്രീയ നിലപാടുകളാവാം, ചിലപ്പോൾ ആധുനികതയോടുള്ള എതിർപ്പാകാം. ഈ ആധുനികതയോട് എതിർപ്പുണ്ടാകുന്നത് മോശം കാര്യമൊന്നുമല്ല. ആധുനികത ലോകത്ത് മനുഷ്യൻ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനോട് എതിർപ്പുണ്ടാവും എന്നുള്ള പ്രശ്നമല്ല. പക്ഷേ അതിൽ നിന്ന് വരുന്ന എല്ലാം തിന്മയാണ്. അത് മുഴുവൻ നമ്മളെ കൊല്ലാൻ വേണ്ടിയാണ്, നമ്മൾ മുഴുവൻ ചൂഷണം ചെയ്യാൻ വേണ്ടിയാണ്. ഇത് മൊത്തം വിഷമാണെന്ന് ചിന്തിക്കുന്ന ഒരുതരം ഫിലോസഫിയാണ്. ആ ഫിലോസഫിയാണ് പ്രശ്നം. ആ ഫിലോസഫി പ്രചരിപ്പിക്കുന്നവരും അത് വിശ്വസിക്കാൻ ഇഷ്ടപ്പെടുന്നവരും ധാരാളമുള്ളൊരു സ്ഥലമാണ് കേരളം. പക്ഷെ നമ്മൾ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിൽ കൂടുതൽ മണ്ടന്മാർ അമേരിക്കയിലുണ്ട്. മോഡേൺ സയൻസിനെ ഏറ്റവും രൂക്ഷമായി എതിർക്കുന്ന ആന്റി വാക്സിൻ മൂവ്മെന്റ്, യെസ്, അത് തന്നെ, ആന്റി വാക്സിൻ മൂവ്മെന്റ് ഏറ്റവും കൂടുതൽ അമേരിക്കയിലാണ്. അപ്പോൾ അവിടെ തന്നെയാണ് അതിൻ്റെ ഏറ്റവും കൂടുതൽ എതിർപ്പുള്ളത്. അതുകൊണ്ട് നമ്മൾ അത്ര വിഷമിക്കേണ്ട ആവശ്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ശരി, എന്തായാലും ഔട്ട് ഓഫ് ഫോക്കസിന് ഇന്നത്തെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. നാളെ മറ്റു വിഷയങ്ങളുമായി വീണ്ടും കാണാം.